അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം സ്വർഗത്തിൽ വീട് കിട്ടുന്നവർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ മൂസ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ലല്ലുഹ അർബാൻ വഖബ്ലൽ ഊല അർബാൻ ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ 4 റക്അത്ത് ളുഹ നമസ്കരിച്ചു, ഒന്നാമത്തേതിന് മുമ്പും 4 റക്അത്ത് നമസ്കരിച്ചു എങ്കിൽ സ്വർഗത്തിൽ അദ്ദേഹത്തിന് ഒരു വീട് നിർമ്മിക്കപ്പെടും എന്ന് ഇമാം തൊബറാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ചേർത്ത ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ല സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ് ഇത്. 4 റക്അത്തുകളെ കുറിച്ചാണ് ഈ ഹദീസിൽ പരാമർശിക്കുന്നത്. 4 റക്അത്ത് ളുഹ, ഒന്നാമത്തേതിന് മുമ്പുള്ള 4 റക്അത്ത്. ഒന്നാമത്തേതിന് എന്നതുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇസ്രാഇന്റെ രാത്രിയിൽ ഒന്നാമത് ഫർലാക്കിയ നമസ്കാരം ളുഹറാണ്. അതിനാൽ ളുഹർ നമസ്കാരത്തിന് മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് സുന്നത്താണ് എന്നാണ്. അപ്പോൾ സൂര്യൻ ഉദിച്ചുയർന്ന ശേഷം നമസ്കരിക്കുന്ന ളുഹ നമസ്കാരം രണ്ടും 4 റക്അത്തും, ളുഹർ നമസ്കാരത്തിന് മുമ്പ് റവാത്തിബ് നമസ്കാരം ളുഹർ ബാങ്ക് കൊടുത്ത ശേഷം രണ്ടും 4 റക്അത്തും നിർവഹിച്ചാൽ, അങ്ങനെ ളുഹർ എന്ന ഫർള് നമസ്കാരത്തിന് മുമ്പ് മൊത്തത്തിൽ 8 റക്അത്ത് സുന്നത്ത് നിർവഹിച്ചാൽ അത് മുഖേന അവർക്ക് സ്വർഗത്തിൽ വീട് ലഭിക്കും എന്നാണ്. ളുഹ നമസ്കാരം 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി അങ്ങനെ 8 റക്അത്ത് വരെ 4 നമസ്കാരങ്ങൾ നിർവഹിക്കാം. എന്നാൽ സ്ഥിരമായി ഒരാൾ 2 ളുഹ നമസ്കാരം അഥവാ 4 റക്അത്ത് നമസ്കരിക്കുന്നു, അതിനു പുറമെ ളുഹർ ബാങ്ക് കൊടുത്ത ശേഷം ളുഹർ ജമാഅത്തിന് മുമ്പുള്ള ഫർള് നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടും വീതമുള്ള 4 റക്അത്ത് റവാത്തിബും നമസ്കരിക്കുന്നു എങ്കിൽ സ്വർഗത്തിൽ വീട് കിട്ടാൻ അത് മതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ മുറുകെ പിടിക്കാവുന്ന 2 സുന്നത്തുകളെ കുറിച്ചാണ് ഈ പരാമർശം. വളരെ നേരത്തെ എഴുന്നേറ്റ് ഉറക്കമിളച്ച് നമസ്കരിക്കുന്ന തഹജ്ജുദിന്റെ പുണ്യത്തെക്കുറിച്ചെല്ലാം നമുക്കറിയാം. ഇത് ഉറക്കമിളക്കേണ്ടതില്ല, പകൽ സമയത്ത് വളരെ എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന സുന്നത്ത് നമസ്കാരങ്ങളാണ്. അതിനാൽ ജീവിതത്തിൽ 4 റക്അത്ത് ളുഹ നമസ്കാരവും ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് സുന്നത്തും മുറുകെ പിടിക്കുകയും വീട്ടിലെ എല്ലാവരെയും ആ സുന്നത്തുകൾ നിർവഹിക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ സുന്നത്തുകളിലൂടെ ഫർളിലേക്ക് എത്തുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയപ്പെട്ട ളുഹ നമസ്കാരത്തിനും റവാത്തിബ് നമസ്കാരത്തിനും ഓഫർ ചെയ്ത സ്വർഗത്തിലെ വീട് നേടിയെടുക്കാൻ സാധ്യമാകേണ്ടതുണ്ട്. അങ്ങനെ നേടിയെടുക്കാൻ സാധ്യമാകണമെങ്കിൽ ജീവിതത്തിൽ ഈ 2 നമസ്കാരങ്ങൾ കൃത്യമായി ശീലമാക്കണം. സുന്നത്തിനെ വളരെ ഗൗരവത്തിൽ കാണണം. എടുത്താൽ നിർവഹിച്ചാൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും എന്ന നിർവചനത്തിലല്ല സുന്നത്തിനെ സ്വീകരിക്കേണ്ടത്. ഈ സുന്നത്ത് നിർവഹിച്ചാൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്നത് സ്വർഗത്തിലെ വീടാണ്. സമ്മോഹനമായി ഓഫർ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുമ്പോൾ ആ ഓഫർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ ളുഹയും അതുപോലെ റവാത്തിബ് ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത്, ചിലർ 2 റക്അത്താണ് സാധാരണ നമസ്കരിക്കാറ്, 2 റക്അത്ത് സലാം വീട്ടിയ ശേഷം വീണ്ടും 2 റക്അത്ത്, അങ്ങനെ 4 റക്അത്ത് റവാത്തിബ് മുറുകെ പിടിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഇബാദത്തുകൾ വഴി ഭവനം ഉറപ്പാക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.